എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ, ഒരു സ്റ്റോൺ മോനുമെൻ്റ് ആണ്. ഇപ്പോൾ ജർമ്മൻ ഗവൺമെൻറ് 2012 നമ്മുടെ ഇൻസെക്റ്റുകൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു കൂടാണ് കേട്ടോ ഇത്. റോഡ് സൈഡുകളിലെല്ലാം കാണാം. അതായത് ഈച്ച, പാറ്റ, തേനീച്ച, സ്പൈഡർ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഇൻസെക്റ്റുകൾക്കും വേണ്ടി അവിടെ പടങ്ങൾ കൊടുത്താണ് കേട്ടോ. അങ്ങനെയുള്ള എല്ലാ ഉറുമ്പുകൾ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഇൻസെക്റ്റുകൾക്കും വേണ്ടിയിട്ട് അവർ പല തരത്തിലുള്ള കൂടാണ് ഉണ്ടാക്കിയാണ് കേട്ടോ അത്. നമ്മൾ റോഡ് സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ കണ്ട സ്റ്റോൺസ് ആണ് കേട്ടോ ഇത്. 1939, 1940, 1941 എന്ന് പറഞ്ഞിട്ട് ഒത്തിരി സ്റ്റോൺസ് അവിടെ പാകിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറി നോക്കിയതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിൽ മരിച്ചുപോയ സോൾജേഴ്സിൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെയൊക്കെ ആയിരിക്കാം സ്റ്റോൺ മോന്യുമെൻറ്റ്സ് ആണ് അവിടെ കാണാനുള്ളത് കേട്ടോ. നമ്മൾ അതെല്ലാം ഇങ്ങനെ നോക്കി തിരിഞ്ഞു വന്നപ്പോഴാണ് ഇവിടെ കാണുന്നത് 1914 തുടങ്ങി 1918, 1939, 1945 വരെയുള്ള എല്ലാ മോന്യുമെൻറ്റ്സും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായത്. അതായത് രണ്ടാം ലോക മഹായുദ്ധം മാത്രമല്ല, ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് മരിച്ചുപോയ സോൾജേഴ്സിൻ്റെയും ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങി മരിച്ച ദിവസം വരെ എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ മരിച്ച ദിവസം തുടങ്ങി എല്ലാം അവരിങ്ങനെ എഴുതിയിട്ടുണ്ട്. ഫെർമിസ്റ്റ് ആയവരുടെയും മിസ്സായി പോയവരുടെ എല്ലാവരുടെയും പേരുകളായിട്ടുള്ള സ്റ്റോൺ മോന്യുമെൻറ്റ്സ് ആട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കണ്ടു, ഇതെല്ലാം ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെയാണ്. ഒന്നാം ലോക മഹായുദ്ധം നടന്ന 1912 തുടങ്ങി 1925 വരെയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് ഇവിടെ കുറേ ആളുകൾ മരണപ്പെട്ടത്. 5.5 മില്യൺ ജർമ്മൻ മിലിറ്ററി ആളുകളാണ് ഇവിടെ മരിച്ചു എന്ന് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അത് നടന്നത് 1939 തുടങ്ങി 1945 വരെയാണ്. അപ്പോൾ ഈ 2 വേൾഡ് വാറിനും മരിച്ച എല്ലാ സോൾജേഴ്സിൻ്റെയും ഡേറ്റ് ഓഫ് ബർത്തും മരിച്ച ഡേറ്റും പേരും അടക്കം അവിടെ എല്ലാ സ്റ്റോൺ മോന്യുമെൻറ്റ്സിലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാം ജനിക്കുന്നതിനും നമ്മുടെ പാരൻസ് എല്ലാം ജനിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു കഥയാണിത്. ഇത് 14ഓ 15ഓ നൂറ്റാണ്ടിൽ നിർമ്മിച്ചൊരു മാമോദിസ തൊട്ടിയാണ് കേട്ടോ. അത്രയും കൊല്ലം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സ്റ്റോണാണിത്. അതിപ്പോഴും അവരവിടെ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. 1162 സ്ഥാപിതമായ ഒരു ചർച്ചാണ് കേട്ടോ ഇത്. ഇന്ന് ഈ കാണുന്ന രീതിയിലല്ല അന്ന് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ പല ഭാഗങ്ങളും പിന്നീട് അവർ റീക്രിയേറ്റ് ചെയ്ത് എടുത്തിരുന്നതാണ്. അതിനുശേഷം ഇപ്പോഴും അവരത് 1983 ശേഷം ഇപ്പോഴും ഇവിടെ ആരാധനയും മറ്റ് കർമ്മങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഈ പള്ളി ഓപ്പണാണ്. ഇപ്പോഴും ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. 2 ലോക മഹായുദ്ധങ്ങളുടെ സമയത്തും ഉണ്ടായിരുന്ന ഒരു ചർച്ചയാണ് ഇത് കേട്ടോ. അപ്പോൾ എന്തൊരു ഭംഗിയായിട്ടല്ലേ അവരിപ്പോഴും അത് കീപ്പ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയല്ലേ കാണാനായിട്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് പിന്നീട് കാണാം കേട്ടോ. താങ്ക് യു.